ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സോളോ ഡേറ്റിന് വേണ്ടിയിട്ട് പോവാണ്. ആൻഡ് യു നോ വാട്ട്, ദിസ് ഈസ് മൈ ഫസ്റ്റ് സോളോ ഡേറ്റ് എവർ. 2025 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കുറച്ച് വിഷ് ലിസ്റ്റ് അല്ലെങ്കിൽ ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു വിഷായിരുന്നു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. ആൻഡ് അതിൽ വേറൊരു വിഷായിരുന്നു ഒരു സോളോ ഡേറ്റ് പോവാന്നുള്ളത്. ആൻഡ് യെസ്, I'm going to do that today. അങ്ങനെ സോളോ ഡേറ്റ് ഒന്നും അങ്ങനെ അധികം പോയിട്ടില്ല. ലൈക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ഒരു ഡേറ്റിന് വേണ്ടിയിട്ട് പോയിട്ടില്ല. എൻ്റെ കൂടെ എപ്പോഴും ആരെങ്കിലൊക്കെ ഉണ്ടാവും, അപ്കൃഷ്ണോ എൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. സോ എനിക്ക് തോന്നി ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യാമെന്ന്. പക്ഷെ എനിക്കറിയില്ല എനിക്ക് എത്ര ഒരു മീ ടൈം എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളത്. സോ അതൊന്ന് നമുക്ക് നോക്കാം. ആൻഡ് എൻ്റെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത്, എനിക്ക് ആദ്യം പോയിട്ട് എൻ്റെ ഈ മുടിയൊക്കെ ഒന്ന് വെട്ടണം. കുറച്ച് കാലം മുടി വെട്ടാമെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ എന്തായാലും ഡേറ്റിന് പോകുന്ന വഴിക്ക് പോയിട്ടൊന്ന് മുടി വെട്ടാം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കഫേ കണ്ടുപിടിച്ചിട്ടുണ്ട്, അവിടെയും കൂടെ പോവാം. യെസ്, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അവിടെ ചെന്നിട്ട് ആ ഒരു സോളോ ഡേറ്റ് ഞാൻ എത്ര എൻജോയ് ചെയ്യുന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇൻ കേസ് ഞാനത് എൻജോയ് ആണ്, എനിക്ക് ഭയങ്കര ഫണ്ണൊക്കെ ആണെങ്കിൽ ഞാൻ അവിടെ നിന്ന് വേറെ എവിടെയെങ്കിലുമൊക്കെ പോവാം. പക്ഷേ ഇല്ലെങ്കിൽ അത്ര വലിയ കുഴപ്പമില്ല, വലിയ ഫണ്ടൊന്നും ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോരും. ആൻഡ് ഡിപ്പെൻസ്, നോക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് മുടി വെട്ടാൻ വേണ്ടിയിട്ട് പോവാം. ആൻഡ് മുടി വെട്ടുന്ന സലൂൺ എന്ന് പറയുന്നത് എൻ്റെ ഇവിടെ വീടിൻ്റെ അടുത്താണ്. എനിക്കങ്ങനെ കുറച്ച് നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ. സോ ആദ്യം മുടി വെട്ടാം, പിന്നെ അവിടെ നിന്ന് ഒരു ഊബർ എടുത്തിട്ട് നമുക്ക് നമ്മുടെ കഫേയിലേക്ക് പോവാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഇതിൻ്റെ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ലോങ് വീഡിയോ ആണ്. അങ്ങനെ ഞാനിത് ആ സലൂണിലേക്ക് നടക്കുകയാണ്. എൻ്റെ വീട്ടിൽ നിന്നൊരു 500 മീറ്റേഴ്സ് വാക്ക് ഉണ്ട്. അപ്പം ഞാൻ സലൂണിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്, പോയി നോക്കാം. ഇനി അങ്ങോട്ട് ഫുൾ വോയിസ് ഓവർ ആയിരിക്കും, കാരണം മൈക്കില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നതിനേക്കാളും പുറത്തുള്ള സൗണ്ടാണ് കുറച്ചുകൂടെ കേൾക്കുന്നത്. സലൂണിലെത്തി അധികം തിരക്കില്ലാത്ത കൊണ്ട് നേരെ പോയി ഹെയർ വാഷ് ചെയ്തു. ഇവിടെയുള്ള ഒരു ബയ്യാണ് എൻ്റെ മുടി വെട്ടുന്നത്. ആൻഡ് ഞാൻ ബട്ടർഫ്ലൈ ലെയേഴ്സ് ചെയ്യാനാണ് പുള്ളിനോട്. പുള്ളി എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇതുപോലെയാണ് എൻ്റെ മുടി കട്ട് ചെയ്തത്. ആൻഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ഒരു പാർട്ടീഷനാണ് ചേരുന്നതാണ് പുള്ളി പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് നോർമൽ പാർട്ടീഷൻ മതി. അങ്ങനെ പറഞ്ഞു ഞങ്ങൾ രണ്ടും കൂടെ ഒരു കൺക്ലൂഷനിലെത്തിയിട്ട് മിഡിൽ പാർട്ടീഷൻ എടുത്തു. ഇതിനു മുന്നേയും ഞാൻ ഇവിടുന്ന് മുടി വെട്ടിയിട്ടുണ്ട്, പക്ഷെ ഇന്ന് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമുക്ക് നമ്മുടെ കഫേയിൽ പോവാം. അതിനുവേണ്ടി ഓട്ടോ ബുക്ക് ചെയ്ത് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമ്മുടെ ഓട്ടോ വന്നു. പിന്നെ ഓട്ടോയിൽ കയറിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മളെ മുടി വാരി എവിടെയെങ്കിലും കെട്ടിവെക്കുക, ഇല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തൊക്കെ പാറി. നമ്മൾ എവിടെയാ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇന്ദിരാനഗറുള്ള കഫേ നോയറിലേക്കാണ്. ഒരു ഫ്രഞ്ച് കഫേ ആണ് അത്. ഇന്ദിരാനഗർ ഒരു ഗോ ടു പ്ലേസ് ആണ്, കാരണം അവിടെ കുറെ കഫേസ് ഉണ്ട്, പബ്സ് ഉണ്ട്, റെസ്റ്റോബാർസ് ഉണ്ട്. ആൻഡ് നമ്മളെ വീടിന്റെ അവിടെ നിന്ന് ആകെ ഒരു 7 കിലോമീറ്ററേ ഉള്ളൂ. അങ്ങനെ ഞാൻ കഫേ നോയറിൽ എത്തി. പുറത്തുനിന്ന് കാണാൻ വലിയ തിരക്കൊന്നും ഇല്ലെങ്കിലും അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് റിസർവേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ച സീറ്റ് എനിക്ക് കിട്ടിയതുമില്ല. പിന്നെ അടുത്ത ഏറ്റവും വലിയൊരു ടാസ്ക് ആണ് ഫുഡ് ഓർഡർ ചെയ്യൽ. എന്താ കഴിക്കേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കുറച്ച് നേരം മെനു ഒക്കെ നോക്കി സ്ട്രെസ്ഡ് ആയിട്ട് എന്താ ഓർഡർ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിങ്ങനെ ഇരുന്നു. കുറെ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് കൺഫ്യൂഷൻ വരുന്നത്. ലാസ്റ്റ് ഞാനൊരു സ്മോക്ക് ചിക്കൻ പനിനിയും ഡീകൺസ്ട്രക്റ്റഡ് കോൾഡ് കോഫിയാണ് ഓർഡർ ചെയ്തത്. ബിക്കോസ് ഐ എം എ കോൾഡ് കോഫി ഫാൻ. പനിനി എന്താന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അത് സാൻഡ്വിച്ച് ആണ്, ഇറ്റാലിയൻ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്ന സാധനം. അങ്ങനെ നമ്മുടെ സ്മോക്ക് ചിക്കൻ പനിനി ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടെ ഫ്രൈസും ഉണ്ട്. ടു ബി വെരി ഓണസ്റ്റ്, ഈ ഒരു ക്രൗഡിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നത് ഒരു ഡിഫറെന്റ് ഫീലിംഗ് ആണ്. ആൻഡ് ഞാൻ കുറച്ചൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് അത് തന്നെയാണല്ലോ സോളോ ഡേറ്റിന് ഒരു പർപ്പസും. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ കോഫി വന്നു. കോൾഡ് കോഫി ഞാൻ വിചാരിച്ചത്ര ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നി ഈ മിൽക്ക് ഷേക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്താൽ മതിയായിരുന്നു എന്ന്. പക്ഷെ നമ്മുടെ ചിക്കൻ പനീനി കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ കഫേയിലിരിക്കുന്ന വീഡിയോസിലൊക്കെ എൻ്റെ മുഖം ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു എക്സ്പ്രഷൻ ഇല്ലാതെ. ആക്ച്വലി ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ഈ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ എന്നെ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എക്സ്പ്രഷൻ ഇടാൻ ചെറിയൊരു ബുദ്ധിമുട്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഒന്നുകൂടെ ഓർഡർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എൻ്റെ വയർ അതിന് സമ്മതിച്ചില്ല. അവിടെ ഡെസേർട്സും അത്യാവശ്യം നല്ല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനൊരു സ്വീറ്റ് ലവർ അല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങി. പിന്നെ അവിടുന്ന് ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങി. എൻ്റെ പ്ലാൻ പ്രകാരം ഈ ഒരു സോളോ ഡേറ്റ് ഞാൻ എൻജോയ് ചെയ്യുകയാണെങ്കിൽ ലഞ്ച് കഴിച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോവാം, അല്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ പോകാമെന്നായിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത്ര ബോറിംഗ് ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചുമ്മാ ഒന്ന് നടക്കാം. അങ്ങനെ നടന്ന് കുറച്ചെത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ അടുത്തൊരു മിനിസോന്റെ സ്റ്റോർ ഉണ്ട്. എന്നാ പിന്നെ അവിടെയും കൂടെ കയറാന്ന് വിചാരിച്ചു. അത് ഞാൻ നടന്നുകൊണ്ടിരുന്ന റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിരുന്നു. അങ്ങനെ ഞാൻ ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തി കയറുകയാണ്. എപ്പോൾ ഇവിടെ കയറി ഇതൊക്കെ കാണുമ്പോഴും ദ കിഡൻ മീൻസ് ലൈക്ക് അത് വാങ്ങിയാലോ ഇത് വാങ്ങിയാലോ, പക്ഷെ ദ അഡൽട്ട് മീൻസ് ലൈക്ക് എന്തിന്, അതിന്റെ ആവശ്യം എന്താ. അങ്ങനെ ഇടയ്ക്ക് മെച്യൂരിറ്റി എന്നെയും ഹിറ്റ് ചെയ്യാറുണ്ട്. ഇത് മിനിസോയിലെ ഒരു ചെറിയ സ്റ്റോറാണ്. യൂഷ്വലി ഞാൻ പോകുന്ന മിനിസോയിൽ എനിക്കൊന്ന് കുറച്ചുകൂടെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്നൊന്നും വാങ്ങാതെ ഞാൻ ഇറങ്ങി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ പോവാം. പിന്നെ ഓട്ടോയും ബുക്ക് ചെയ്തു.
ചെയ്ത് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ ഓട്ടോ വന്നു, ഞാനതിൽ കയറി. ഞാൻ ഈ ഒരു സോളോ ഡേറ്റ് പോയതിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആൻഡ് പ്രൗഡാണ്. കാരണം ഞാനങ്ങനെ മീ ടൈം ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരാളല്ല, പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മുടെ കമ്പനി നമ്മൾ എൻജോയ് ചെയ്യുന്നതും അടിപൊളിയാണ്. സോ ഇനി ഇടയ്ക്കൊക്കെ ഇതുപോലെ സോളോ ഡേറ്റ്സ് പോവാം. അപ്പം അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം ശരി, ബൈ.